Hi friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ലെമൺ പെപ്പർ ചിക്കൻ വിത്ത് ഷെയർ വെജിറ്റബിൾസ്. വളരെ ഹെൽത്തി റെസിപ്പിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലെമൺ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മാരിനേഷനാണ്. ഒരു മിക്സിംഗ് ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, രണ്ടും കൂടെ 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 കപ്പ് മല്ലിയില കുഞ്ഞായി നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ലെമണിൻ്റെ സെസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ്. അതിങ്ങനെ വരഞ്ഞെടുക്കണം, കാരണം ഈ മസാലയൊക്കെ ഒന്ന് അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിനി ഈ മാരിനേഷൻ സെറ്റ് ആവാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. നമുക്ക് ചിക്കൻ മാരിനേഷൻ സെറ്റ് ആവുന്ന ടൈം കൊണ്ട് വെജിറ്റബിൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിന് കുറച്ച് കുക്കിംഗ് ടൈം ഉള്ളതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യേണ്ട, സ്റ്റർ ഫ്രൈ ആണ്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് സോട്ടാവുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ബെൽ പെപ്പർ ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ബെൽ പെപ്പർ ഡിഫറെൻറ്റ് കളേഴ്സ് കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം, കാണാൻ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് മഷ്റൂം ക്ലീൻ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 1/4 കപ്പ്. പിന്നെ ഒരു കപ്പ് ബ്രോക്കോളി അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പ് ക്യുക്കമ്പർ കൂടെ ആഡ് ചെയ്യാം. ലാസ്റ്റിൽ ഒരു 1/4 കപ്പ് പനീർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു ഹെൽത്തി സ്റ്റർ ഫ്രൈ റെസിപ്പിയാണിത്.
മിക്കവാറും എല്ലാ വെജിറ്റബിൾസും തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം. അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്കിതിനെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരുപാട് വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി മാത്രം അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് മതിയാവും. അഞ്ച് മിനിറ്റായി. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റീം കയറിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ 15 മിനിറ്റിൽ കൂടുതലായി ചിക്കൻ മാരിനേഷൻ വെച്ചിട്ട് നമുക്കിതുപോലൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. അതിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒലീവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളതിലേക്കൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് പുരട്ടി എടുക്കാം. ചെറുതായിട്ട് നമുക്ക് ഒലീവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്യാം. കുറച്ച് മതിയാവും. ഞാനിവിടെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ സൈഡും 10 മിനിറ്റ് വീതം ബേക്ക് ചെയ്തെടുക്കണം. ലെമൺ ചിക്കൻ പെപ്പർ ബേക്കായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ച് വെജീസ് കൂടെ സെർവ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി റെസിപ്പിയായ ലെമൺ പെപ്പർ ചിക്കൻ വിത്ത് സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് റെഡിയായി കഴിഞ്ഞു. ഇനി കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ചിക്കൻ റെസിപ്പിയായ ബേക്ക്ഡ് ലെമൺ പെപ്പർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ട് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.